അപ്പോൾ ഗൈസ് നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ പോകണം. എന്താണ് ചെമ്മീൻ റോസ്റ്റ്, ചെമ്മീൻ ഫ്രൈ, ചെമ്മീൻ കറി. ഇതിത്തെ ഏതൊരു സാധനം ഉണ്ടാക്കാൻ പോണത്. അമ്മയുടെ ചെമ്മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാം. അമ്മയുടെ അടുത്ത് എത്തി. അപ്പോൾ അമ്മ പറഞ്ഞു, ചോദിച്ചപ്പോൾ പറഞ്ഞു ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഗൈസ്. അപ്പോൾ അമ്മ ഇതെന്തൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കേട്ടോ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. ചെമ്മീൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കിയിട്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി, പച്ചമുളക്, കൊടംപുളി, വേപ്പിൻ്റെ ഇല, പിന്നെ വെളിച്ചെണ്ണ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് മുളകും പൊടി, മല്ലിപ്പൊടി, പിന്നെന്താണ് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, പിന്നെ നമ്മൾ ഒരു സാധനം കൂടി ഉണ്ട് ഉപ്പ്. ഉപ്പില്ലാതെ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കിയിട്ട് അത് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചട്ടി ചൂടൊക്കെ ആയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ നമ്മൾ സബോളയൊക്കെ ഇട്ട് ഒരു നുള്ളുപ്പ് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. നല്ലോണം വഴറ്റി വരണം. എന്നിട്ട് നമ്മൾ പെരിഞ്ജീരകം നല്ലോണം ഇട്ട് മിക്സ് ചെയ്യണം. പിന്നെ എൻ്റെ അമ്മയുടെ ദുശീല സാധനമാണ് നമ്മുടെ ഈ ഗ്യാസ് ഗ്യാസ് ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലേ ചതച്ചത്, പിന്നെ പച്ചമുളക്, പിന്നെ ഈ മറ്റു സാധനത്തിന് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി എടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് അത് വഴച്ചെടുക്കാം ഗൈസ്. ആ വഴണ്ട് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ വഴണ്ട് വന്നു. അപ്പോൾ നമുക്ക് ഇതിലും മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളകും പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ആ 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഗൈസ്. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഫിഷ് മസാല 1/2 ടീസ്പൂൺ ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് അത് നല്ലോണം എല്ലാതും ആ പച്ചമണമൊക്കെ പോയി നല്ല മാതിരി ആവണം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൽ കുറച്ച് നീരുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കൊടംപുളി ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കാൻ വയ്ക്കുക. നല്ലോണം തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് തിളച്ച് വരാനായിട്ട് അമ്മ തിളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്നിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു നുള്ളും കൂടി ഉപ്പിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ തിളച്ച് വന്നു ഗൈസ്. ഇനി അതിലേക്ക് ഇത് അമ്മ ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ടേസ്റ്റ് ചെയ്യൽ ഒരു വട്ടമൊന്നുമല്ല, കുറേ വട്ടം ടേസ്റ്റ് ചെയ്തു. എന്നിട്ട് അതൊക്കെ റെഡി ആയപ്പോൾ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ 1 കിലോനാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ 3 സബോള ഇട്ടെടുത്ത് എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 1 കിലോനുള്ളത് 1/2 കിലോനാവും ഇത് റോസ്റ്റായി വന്നാട്ടോ. ഇനി ഇത് വേവണ വരെ നമുക്ക് ഗ്യാസ് കുറച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം വെക്കാൻ. എന്നിട്ട് ഒരു മൂടി വെക്കുക. എന്നിട്ട് ഒരു ആവി പോണൊരു ഇങ്ങനെ ഒരു പൊത്തുള്ളത് ആയിക്കോട്ടെ. അപ്പോൾ ഒരു ആവിയൊക്കെ പോവും. അതിൻ്റെ മുകളിൽ അധികം നേരം വെച്ചാൽ ചൂടാവട്ടെ കയ്യും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് റോസ്റ്റ് റെഡി ആയത്. നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. ഇനി ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോയിൽ